ട്രംപ് പറഞ്ഞിരിക്കുന്നു, നിരുപാധികം കീഴടങ്ങുക, ഇല്ലെങ്കിൽ തീർത്തു കളയും. എന്താണ് അങ്ങനെ ഒരു വാശിയിൽ തന്നെ ട്രംപ് നിൽക്കാനുള്ള അല്ല, കാരണം? അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ആദ്യത്തെ മണ്ടത്തരം, യുദ്ധം തന്നെ ഒരു മണ്ടത്തരം, അത് കഴിഞ്ഞിട്ട് സംഭവിച്ചൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCC രാജ്യങ്ങളെ മുഴുവൻ കയറി ആക്രമിച്ചു. സൗദി അറേബ്യ, UAE, മസ്കറ്റ്, പിന്നെ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കയറി ആക്രമിച്ചു. ഈ ആക്രമണത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത്, അവിടെയൊക്കെ അമേരിക്കൻ സൈന്യങ്ങളുണ്ട്, ഞങ്ങൾ അമേരിക്കൻ സൈന്യങ്ങളെ ആക്രമിച്ചു എന്നാണ്. അവിടെ അമേരിക്കൻ സൈന്യങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരല്ല, ഈ രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന സൈന്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ സൈന്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിച്ചത് ആ രാജ്യങ്ങളെ ആയിരുന്നു. അപ്പോൾ ആ രാജ്യങ്ങൾക്കെല്ലാവർക്കും ഈ ഇറാനോട് ശത്രുതയായി. പെട്ടെന്നാണ് ഈ രാജ്യങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ട് നിന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഖംനേയി സെറ്റിനൊന്നും ഒരു കാരണവശാലും ആ രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയിട്ട് ഈ യുദ്ധം നയിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നിരുപാധികം കീഴടങ്ങുക, ഇനി ചർച്ചയില്ല, സംഭാഷണമില്ല, ആരുമായിട്ടും സംഭാഷണമില്ല. എന്നിട്ട് അതിന് ഒരു 5 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ടു സിലക്ട് എ റെസ്പെക്റ്റബിൾ, അക്സെപ്റ്റബിൾ ആൻഡ് ഗ്രേറ്റ് ലീഡർ. വ്യവസ്ഥകൾ നോക്കണം. അദ്ദേഹം ബഹുമാന്യനായിരിക്കണം, സ്വീകാര്യനായിരിക്കണം, മഹാനായിരിക്കണം. അങ്ങനെയുള്ള ഒരു നേതാവ് വേണം ഇനി ഇറാൻ ഭരിക്കാൻ എന്ന് അമേരിക്ക കരുതുന്നു. അതാണ് റെസ്പെക്റ്റബിൾ, അക്സെപ്റ്റബിൾ ടു ദ പീപ്പിൾ, റെസ്പെക്റ്റബിൾ ഫോർ ഓൾ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അങ്ങനെയുള്ള ഒരാൾ വരണം, അദ്ദേഹം മഹാനുമായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾ വേണം ഭരിക്കാൻ. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാൻ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്കും വികസനത്തിലേക്കും തിരിച്ച് ഇറാനെ കൊണ്ടുവരണം. അതിനു വേണ്ടി ഒരു നല്ല നേതാവ് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഇറാൻ അങ്ങോട്ട് വരില്ല. മാത്രവുമല്ല, ഈ ഖുമേനിയുടെ ഭരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന്, ഖമനേയിയുടെ ഭരണം, റൂഹുള്ള ഖമനേയി, ആ ഭരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായി. അപ്പോൾ മൂന്നാമത്തെ കാര്യം, ആ സാമ്പത്തിക രംഗത്തെ സുശക്തമാക്കി സാമ്പത്തികമായി ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാക്കി ഇറാനെ മാറ്റണം. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇനി ഇതിന് മുൻപ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇറാൻ യുദ്ധത്തിന് പോയ ഇറാൻ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന ഇറാൻ. ആ ഇറാന് മാറ്റങ്ങൾ സംഭവിക്കും. ആ ഇറാൻ്റെ രാജ്യ അതിർത്തികളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആ ഇറാൻ്റെ ഭരണതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആ ഇറാൻ്റെ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അഞ്ചാമത്തെ കാര്യം ആയിട്ട് പറയുന്നത്, അമേരിക്കയോടും ഇസ്രയേലിനോടും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവായിരിക്കും ഇനി വരാൻ പോകുന്നത്. സർ, അത് പറയുമ്പോൾ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, കാരണം ഒരു പാവ സർക്കാരിനെയാണ് അമേരിക്ക സാധാരണ പിടിച്ചടക്കുന്നിടത്തെല്ലാം പ്രതിഷ്ഠിക്കുക. അത്തരത്തിൽ തന്നെ ഒരാളെ പ്രതിഷ്ഠിക്കണം എന്നുള്ളതല്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ല, അതിന് അയാൾക്ക് ഇന്ന ഈ യോഗ്യതകളൊക്കെ വേണം. ആ യോഗ്യതകളൊക്കെ എല്ലാനുള്ള ഒരാളെ അമേരിക്ക കണ്ടിട്ടുണ്ട് മനസ്സിലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതെ, ഏതോ ഒരാളെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ പ്രതിഷ്ഠിക്കേണ്ടി വരുന്ന സമയത്ത് ഇറാൻ്റെ ഇന്നുള്ള ഭൂമിശാസ്ത്രപരമായ വിസ്തൃതി ഈ പുതിയ ഇറാൻ ഉണ്ടാകും എന്ന് ഉറപ്പില്ല.
ഇന്ന് ഉള്ള ഈ മതപരമായ സ്വാധീനത്തിൻ്റെ കീഴിലുള്ളൊരു ഭരണം അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പില്ല. കാരണം ഇറാൻ ഒരു വലിയ സംസ്കാരം ഉള്ള രാജ്യമായതുകൊണ്ട്, വലിയ സംസ്കാരമുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് തരത്തിലുള്ള യുദ്ധങ്ങളെല്ലാം കണ്ട് പോയിട്ടുള്ളൊരു രാജ്യമാണ്. അത് മറ്റേ ക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 12,000 കൊല്ലത്തെ ചരിത്രമുണ്ട് ക്രിസ്തുവിന് മുൻപ്. അത്രയും വിശാലമായ ഒരു രാജ്യമാണ്. പിന്നെ സൈറസ് ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അടക്കമുള്ള ഒരുപാട് പേര് ആ രാജ്യത്തെ ആക്രമിക്കുകയും കീഴടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തിട്ടും ആ പേർഷ്യൻ ജനത അവരുടെ സംസ്കാരത്തിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതും ഒരു ഘടകമാണ്. അത്തരത്തിലുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്താണ് ഇനി ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ആ രാജ്യത്തിന് പറ്റിയത് എന്ന് അമേരിക്ക കരുതുന്ന, അമേരിക്കയ്ക്ക് താല്പര്യമുള്ള, ഇസ്രയേലിന് സമ്മതമായ ഒരാൾ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ, പ്രജിത പറഞ്ഞതുപോലെ തന്നെ ഒരു പാവ അവിടെ വന്നിരിക്കും എന്നുള്ളതാണ് സ്ഥിതി. രാജ്യം ആക്രമിച്ച് റസ പെഹ്ലവിയുടെ കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ സർ. പഴയ ഭരണകൂടത്തിന്റെ പുത്തൻ തലമുറയിലെ ഉള്ള ആള് റസ പെഹ്ലവി ഷാ, അദ്ദേഹത്തെ കൊണ്ടെന്ന് അവരോധിക്കുമെന്ന് പറയുന്നത് അല്ല, അത് വരുമോ ഇല്ലെന്ന് അറിയില്ല. കാരണം അയാൾക്ക് ഇതിനൊക്കെ ഉള്ള ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള കെൽപ്പ് കൂടി വേണം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള കെൽപ്പ് കൂടി വേണം. ആ കെൽപ്പ് കൂടി ഉള്ള ഒരാളായിരിക്കും, പാവയായിരിക്കും, ലോയൽ ടു അമേരിക്ക ആൻഡ് ഇസ്രയേൽ. അതായിരിക്കും വരാൻ പോകുന്ന ആൾ. പക്ഷെ അയാൾ ഭരണാധികാരിയായിട്ടിരിക്കും. പക്ഷെ അയാൾക്കിത് കൊണ്ടുനടക്കാനുള്ള കെൽപ്പ് വേണം. അതെന്താ കാര്യമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുറേ കൊല്ലം ആയിട്ട് ഈ മതാധിപത്യം അടക്കുവാഴ്ച നടത്തിയ ഒരു സ്ഥലത്ത് ആ മതത്തിൻ്റെ ദുശാഠ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ അത്തരത്തിൽ ദുശാഠ്യങ്ങൾ എടുക്കുന്നവരെ നേരിട്ട് അവരെ പരാജയപ്പെടുത്താൻ കൂടി കെൽപ്പുള്ള ഒരാളായിരിക്കും അവിടെ വരിക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. സാർ അതുപോലെ തന്നെ പറഞ്ഞ ഇറാന്റെ അതിർത്തിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് സാർ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? അതായത് ഇറാനിൽ അവിടെ കുർദികളുണ്ട്. ആ കുർദികൾ ഒരു പ്രത്യേക വംശമാണ്. അവർ ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, ആ പ്രദേശം ലെബനനിലുണ്ട്, ആ പ്രദേശത്തൊക്കെ ഉണ്ട്. അവർ ഒരു പ്രത്യേക രാജ്യം വേണം എന്ന് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രത്യേക രാജ്യം കിട്ടിക്കൂടായികയില്ല. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ കുറേ ഭാഗം അങ്ങോട്ട് പോയില്ലേ. പിന്നെ ഇറാൻ്റെ കുറേ ഭാഗം സ്വാഭാവികമായിട്ടും ആർക്ക് പോകും? ഇസ്രയേലിനും പോയില്ലേ. അടുത്തുള്ളവരാണല്ലോ. അതെ, ഇസ്രയേലിനും പോകും. അപ്പോൾ രാജ്യത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നൊരു അതിർത്തി ഇനി ഉണ്ടാകില്ല. കുറയും ഭൂവിസ്തൃതി കുറയുകയും, അത് ഈ എന്താണ് ഇറാൻ പീഠഭൂമിയാണ് ഈ പറഞ്ഞ പ്രദേശം. ആ ഇറാൻ ഭൂമിയിൽ ഉള്ളവരുണ്ടാകും, അല്ലാത്തവർ കുറേ പേരൊക്കെ പുറത്തു പോകും, കുറേ പേരൊക്കെ ഈ രാജ്യങ്ങൾക്ക് വിട്ടുപോകും. ഇസ്രായേൽ അവിടെ വീണ്ടും ജൂതന്മാരെ കൊണ്ടേ കുടിയിരുത്തി അതൊരു ജൂതപ്രദേശമാക്കി മാറ്റിയെടുക്കും. പിന്നെ ഇത് അവിടെ ആയിരിക്കും പിന്നെ യുദ്ധം നടക്കുക, ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ സ്വാഭാവികമായിട്ടും വരും. അതാണ് ഞാൻ പറഞ്ഞ വിസ്തൃതിയിൽ മാറ്റം വരും എന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. അത് സ്വീകാര്യമായിരിക്കുമെന്ന് ചോദിച്ചാൽ സ്വീകരിക്കാതെ ഇനി നിവൃത്തിയില്ലാതെ വരും. കാരണം അവരുടെ അവർക്ക് ആകെ ഉണ്ടായിരുന്നത് അവരുടെ അണുവായുധ ശേഖരമാണ്. ആ അണുവായുധ ശേഖരം തകർത്ത് കഴിഞ്ഞു. അതാണ് ഈ യുദ്ധം. അന്ന് ഇറാൻ അതിൻ്റെ യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ തൊഴിലാളികളെ തല്ലുന്നവനില്ലേ, ആ മനോഭാവത്തിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും ബഹറിൻ പോലൊരു രാജ്യത്തേക്ക്, ഒരു സ്റ്റേറ്റിനെയൊക്കെ കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടി നമ്മുടെ എറണാകുളത്തിൻ്റെ അത്രയുള്ളൊരു സ്ഥലമാണ് ബഹറിൻ. ആ ബഹറിനെ പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്കി പറഞ്ഞ സൗദി അറേബ്യ ഒഴികെയുള്ള ഒരു രാജ്യത്തിനും രാജ്യവിസ്തൃതിയുമില്ല, അങ്ങനെ സൈന്യവുമില്ല. അവരെ കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുങ്ക് കാണിച്ചതല്ലേ. അപ്പോൾ ഈ GCC എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യസംഘം മുഴുവൻ ഇവർക്കെതിരായില്ലേ.
അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ യുദ്ധം എന്ന് അവസാനിക്കും എന്ന കാര്യം മാത്രമേ ഇനി നോക്കേണ്ടതുള്ളൂ. അതിനി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ തകർച്ചയിലേക്ക് പോകും. ഇനിയിപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം മാത്രമല്ലേ പറ്റുള്ളൂ, മറ്റവരുമായിട്ട് പറ്റില്ല. ഇസ്രയേലാണെങ്കിൽ ഓരോ ദിവസവും മാരകമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് തലേന്ന് ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ദിവസം സമയമുണ്ട്, 2 ദിവസം കൊണ്ട് ഇവിടം വിട്ടു പോകണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ആളുകളെല്ലാം കൂടി പോകുന്നു, ഇവർ പിന്നെ അത് കീഴടക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ബോംബിടുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് അധികം നീട്ടിക്കൊണ്ട് പോകാൻ ഇനി കഴിയില്ല. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു. ആ അവസാനം ഇറാനെ ഏതാണ്ടൊരു നാണംകെട്ട തോൽവിയിലേക്കാണ് ഇറാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാണംകെട്ട തോൽവി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ മനോഭാവം എന്തായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പറയാനും പറ്റില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.